അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കോക്ടൈൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു അടിപൊളി കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു അടിപൊളി കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കടന്നാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലോട്ട് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ഉണ്ടല്ലോ, അതൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ചെറുതാക്കി അരിഞ്ഞ ഒരു സവോളയാണ് ചേർക്കുന്നത്. അതൊന്ന് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ഒരു 2 പച്ചമുളക്, ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, സവാള ഒന്ന് വഴണ്ട് കിട്ടാനുള്ള ഉപ്പൊന്ന് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണ്ട. എന്നിട്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതാക്കി അരിഞ്ഞതാണ്, അത് ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികളാണ് ചേർത്തത്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് കൂന്തൽ ഞാൻ കട്ട് ചെയ്തപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ കൂന്തലിൻ്റെ വാലും അങ്ങനത്തെ ഒക്കെയാണ് ഇത്. അപ്പോൾ ഇതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് കുക്കായി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ചാറിലോട്ട് 2 പിടി തേങ്ങ, അതിലോട്ട് 4-5 ചുവന്നുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കൂന്തലൊക്കെ ഇവിടെ ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് തുറന്ന് നോക്കിയിട്ട് 2 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനൊന്നും കൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കൂന്തലൊക്കെ നന്നായിട്ട് ഇങ്ങനെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ആ ചമ്മന്തിയൊക്കെ ഒന്ന് കുക്കായി കിട്ടുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫില്ലിങ്. അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 പച്ചമുളക് നല്ല എരിവുള്ളും ചേർത്തിട്ടുണ്ട്, പിന്നെ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചിക്കൻ മസാലയിലൊക്കെ അത്യാവശ്യം എരിവുള്ളതാണ്, അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കത് കൂന്തലിൻ്റെ ഉള്ളിലൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കേട്ടോ. കൂന്തലിൻ്റെ ഉള്ളിലൊന്ന് ഫില്ല് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ എനിക്കാണെങ്കിൽ ഒരു മീഡിയം സൈസ് കൂന്തലാണ് കിട്ടിയത്. അപ്പോൾ വലിയ കൂന്തലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാനിവിടെ അധികം ഉണ്ടാക്കിയെടുക്കുന്നില്ല. ഞാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ച റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്താ ടേസ്റ്റ് ഉണ്ടാവുമോ ഒന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ അധികം ഉണ്ടാക്കിയിട്ടില്ല, കുറച്ചേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ അടിപൊളി നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ കരുതുകയും ചെയ്ത് വെറുതെ അല്ല ഇത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് കൂന്തലിങ്ങനെ ഫില്ല് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ തല ഉണ്ടല്ലോ, അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ വെച്ചിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫില്ല് ചെയ്യുക എന്നുള്ളത് കുറച്ചൊരു ടാസ്ക് പിടിച്ചൊരു പരിപാടി തന്നെയാണ് കേട്ടോ. കുറച്ചൊരു സമയമാണ്, എനിക്ക് തോന്നി ഇതിൻ്റെ സമയം പോയി ഫില്ല് ചെയ്തെടുക്കുന്നതിൽ. അപ്പോൾ പ്രത്യേകിച്ച് ഇതൊരു ചെറിയ കൂന്തലായ കാരണം കൊണ്ടാണ് തോന്നുന്നത് എനിക്ക് ഫില്ല് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയത്. അപ്പോൾ വലിയ കൂന്തലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഫില്ല് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ എല്ലാ കൂന്തലും ഞാനിങ്ങനെ നിറച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. പിന്നെ എൻ്റെ ചാനലിൽ കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ കണ്ട് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എന്തായാലും എൻ്റെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക വേണം കേട്ടോ. അപ്പം ഞാൻ എല്ലാ കൂന്തലും ഇതേമാതിരി ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഫില്ലിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂന്തലും ഞാനിവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ഫോയിൽ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ വാഴൻ്റെ ഇല വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് നമുക്കിതൊരു
ഒരു 10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴേക്ക് ഇതൊക്കെ ഒന്ന് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 തട്ടുള്ള കാരണം ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് തന്നെയാണ് വെച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫോയിൽ പേപ്പർ എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ആവിയിൽ വെന്ത് വരുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറ്റി പോകാനുള്ള സാധ്യത ഉണ്ട്. കണ്ടോ, ഇപ്പോൾ തന്നെ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ എല്ലാം ആവിൽ നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുന്ന മുന്നേ ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ചെടുത്ത കൂന്തലുണ്ടല്ലോ, അത് ഓരോന്നിൽ നന്നായിട്ട് ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ കുറച്ച് സമയം വെക്കുകയൊന്നും വേണ്ട, അപ്പം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ എല്ലാത്തിലും ഞാനിങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 10 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഓവർ കുക്കായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള മസാല ഒക്കെ പുറത്തോട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെക്കാം. പാനിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോരോ കൂന്തലായിട്ട് ഈ ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ, ഓൾറെഡി വെന്തതല്ലേ. അപ്പോൾ 2 സൈഡും തിരിച്ചു മറിച്ചിട്ടെടുത്തിട്ട് ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അടച്ച് വെക്കാം കേട്ടോ, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ മേലൊക്കെ ആവും. അതുകൊണ്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വളരെ സൂക്ഷിച്ച് മറിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കും കേട്ടോ. പിന്നെ ഞാനിത് ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് കേട്ടോ എന്തുകൊണ്ടാണ് ഇത്രയും ട്രെൻഡിങ് ആയിട്ട് ഇത് ഓടിക്കൊണ്ടിരുന്നതെന്ന് മനസ്സിലായത്. ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും കോഴിക്കോട് ബീച്ചിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്നതിൻ്റെ കാരണം ഇത് ശരിക്കും ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഫസ്റ്റ് 1-2 ബൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഒരു കൂന്തൽ ഫ്രൈ കഴിക്കുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും കേട്ടോ, അത് നിർത്താൻ തോന്നില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതും ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കൂന്തലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കൂന്തലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നേരം താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്.